ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞതാണ് ഈ വണ്ടി കാണുമ്പോൾ ഒരു നിറം ചേർച്ചയില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 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 വെള്ളയായിരുന്നു നല്ലത് എന്നൊക്കെ. പക്ഷേ ഓരോ ബസ്സുകളും കഴുകി കൃത്യമായി വൃത്തിയായി ഇറങ്ങുമ്പോൾ അതായത് കേരള സ്റ്റേറ്റിൻ്റെ ഫ്ലാഗ് ബെയറർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാഹനം വരുമ്പോൾ അത് ഏത് നിറമായാലും അതിന് അതിൻ്റേതായ മനോഹാരിതയുണ്ട് എന്ന് കൃത്യമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു റോഡ് പ്രസൻസ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു രംഗമാണിത്. അത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. പഴയതിലും അധികമായിട്ട് ഇന്ന് തിരുവനന്തപുരം ഡിപ്പോയിലൊക്കെ വാഹനങ്ങൾ കൃത്യമായിട്ട് കഴുകുന്നത് കാണാം. തിരുവനന്തപുരം, പത്തനംതിട്ട, അറ്റ്ലീസ്റ്റ് എല്ലാം കഴുകിയില്ലെങ്കിലൂടെയും അവരുടെ ലോങ് റൂട്ട് വണ്ടികൾ മിക്കതും കഴുകുന്നുണ്ട്. അതിൽ വളരെ മോശപ്പെട്ട രീതിയിൽ തോന്നുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഊട്ടിക്കൊക്കെ പോകുന്ന സ്വിഫ്റ്റിൻ്റെ ഒരു ഓറഞ്ച് സൂപ്പർ ഡീലക്സ് നോൺ എ സി ഒക്കെ പോകുന്നുണ്ട്. അതൊക്കെയാണ് ഒരു 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 കുറച്ചുകൂടി വൃത്തിയായാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള വണ്ടികൾ. ബാക്കി ഈ ഓടുന്ന അനേകം വണ്ടികൾ നല്ല ഭംഗിയായി ഓടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് പല സ്ഥലത്തും. അതൊക്കെ സ്വിഫ്റ്റിൻ്റെ KSRTC സ്വിഫ്റ്റ് ഡ്രൈവർമാർ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ആയിരിക്കുന്നത് കോട്ടയം KSRTC ബസ് സ്റ്റേഷനിലാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ്. അതിൻ്റെ ഒരു വൃത്തിയും എടുത്ത് പറയാതെ വയ്യ. ആ വൃത്തിയാക്കുന്ന ആൾക്കാരെ അവർ വൃത്തിയാക്കണം. ബസ്സുകൾ കഴുകി വൃത്തിയാക്കുന്ന ഡ്രൈവർമാരായിക്കോട്ടെ, ക്ലീൻ ചെയ്യുന്ന ക്ലീനിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, അവർക്കും ഈ ഒരു സമയത്ത് നമുക്ക് അവരെയും അഭിനന്ദിക്കാം. കാരണം വണ്ടികൾ വൃത്തികേടായിരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ ചീത്ത പറയുകയും കുറ്റം പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴിതാ വണ്ടികളൊക്കെ മനോഹരമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വണ്ടികൾ വൃത്തിയായിട്ട് ഇവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഈ സമയത്ത് അവരെ അഭിനന്ദിക്കുകയും കൂടെ ചെയ്യാതെ തരമില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ മനസ്സിലൊരു ചിന്ത വരുന്നത്. ഏതായാലും ഇങ്ങനെ KSRTCയുടെ വണ്ടികളൊക്കെ ഇങ്ങനെ മെച്ചപ്പെട്ട നിലയിൽ വരുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ ഇതിനൊക്കെ സ്പെയർ ബസ് കൂടി വേണം. കഴിഞ്ഞ ദിവസത്തെ കൊട്ടാരക്കര കൊല്ലൂരിൻ്റെയൊക്കെ ഒരുപാട് കംപ്ലൈൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇതിനൊക്കെ സ്പെയർ ബസ്സുകൾ കൂടി ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കോട്ടയത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനെയൊരു ഇത് കണ്ടപ്പോൾ എടുത്തു തന്നേ ഉള്ളൂ. എന്തായാലും ഓടിക്കുന്ന ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒക്കെ അവർക്കൊക്കെ നമുക്ക് അഭിനന്ദനം കൊടുക്കാം. വൃത്തിയായിട്ട് വണ്ടി ഇങ്ങനെ തട്ടാതെ മുട്ടാതെ കൊണ്ട് നടക്കുന്നത്.